ഇറ്റലിയിലെ അസീസി നഗരത്തിന് സമീപമുള്ള സാൻ ദാമിയാനോ എന്ന ചെറിയ ദേവാലയം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് വഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മീയ പരിവർത്തനത്തിൻ്റെ തുടക്കം ഈ ദേവാലയത്തിലാണ് സംഭവിച്ചത്. 1205 ജീവിതത്തിൻ്റെ അർത്ഥം അന്വേഷിച്ചു കൊണ്ടിരുന്ന യുവാവായ ഫ്രാൻസിസ് തകർന്ന നിലയിൽ കിടന്നിരുന്ന സാൻ ദാമിയാനോ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാനെത്തി. അവിടെ ക്രൂശിതനായ യേശുവിൻ്റെ മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ, ഫ്രാൻസിസ്, നീ കാണുന്നത് പോലെ തകർന്നു കിടക്കുന്ന എൻ്റെ ഭവനം പുനർനിർമ്മിക്കൂ എന്ന ദൈവസ്വരം അദ്ദേഹം കേട്ടു. ഈ വാക്കുകൾ അക്ഷരാർത്ഥത്തിലെടുത്ത ഫ്രാൻസിസ് ദേവാലയം പുനർനിർമ്മിക്കാൻ തൻ്റെ പിതാവിൻ്റെ കടയിൽ നിന്നുള്ള തുണികൾ വിറ്റ് പണം കണ്ടെത്തി. ഇതുമൂലം പിതാവുമായി തർക്കമുണ്ടായെങ്കിലും ദൈവത്തിൻ്റെ വിളിക്ക് മുൻഗണന നൽകി ഫ്രാൻസിസ് തൻ്റെ ജീവിതം പൂർണ്ണമായി മാറ്റി. കാലക്രമേണ ദൈവം പറഞ്ഞ ഭവനം ഒരു കെട്ടിടം മാത്രമല്ലെന്നും സഭയെ ആത്മീയമായി പുതുക്കുവാനുള്ള ദൗത്യമാണെന്നും ഫ്രാൻസിസ് തിരിച്ചറിഞ്ഞു. ദാരിദ്ര്യവും ലാളിത്യവും സ്നേഹവും പ്രാർത്ഥനയും നിറഞ്ഞ ജീവിതമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. കുറെ കഴിഞ്ഞപ്പോൾ സാൻ ദാമിയാനോ ദേവാലയം വിശുദ്ധ ക്ലാരയും അവളുടെ സഹോദരിമാരും താമസിച്ച ആത്മീയ കേന്ദ്രമായി മാറി. ഇന്നും അവിടെ സൂക്ഷിച്ചിരിക്കുന്ന സാൻ ദാമിയാനോ ക്രൂശിതൻ ലോകമെമ്പാടുമുള്ള വിശ്വാസികളെ ആകർഷിക്കുന്നു. ദേവാലയം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം സാധാരണ മനുഷ്യരെ വലിയ ദൗത്യങ്ങൾക്ക് വിളിക്കുമെന്ന സത്യമാണ്. ഈ തപസ്സുകാലം നമുക്കും നമ്മുടെ ദേവാലയത്തിൽ സമയം ചിലവഴിക്കാം. ദൈവത്തെ അനുസരിച്ച് ആത്മീയ വഴിയിൽ നമുക്ക് വളരാം, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ. ആമേൻ. നാഥനോടൊപ്പം ആത്മനാഥനോടൊപ്പം ആത്മദാഹം തീർക്കുമീ നോമ്പുകാലം.